ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നാട്ടിലെല്ലായിടത്തും നല്ല മഴയൊക്കെയാണ് അല്ലേ. നല്ല മഴ, കാറ്റ്, തണുപ്പ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് കാറ്റിൽ തുറന്ന ജാലകം എന്ന നോവലിൻ്റെ 15ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. സുരഭി ഇവിടെ ഇല്ലേ? അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. രാവിലെ ചായ കുടിക്കാനിരുന്നപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ മായയോട് വിജയലക്ഷ്മി ചോദിച്ചു. ഇല്ല, ഗാതമോളുടെ അടുത്തേക്ക് പോയി. എപ്പോഴാ? ഞാൻ കണ്ടില്ലല്ലോ. ചേച്ചി എഴുന്നേൽക്കുന്നതിന് മുമ്പേ പോയി. നാളെ വൈകുന്നേരത്തെ ഇനി വരുമെന്നാ പറഞ്ഞത്. എന്താ ഇപ്പം പ്രത്യേകിച്ചൊരു പോക്ക്? വല്ല വിശേഷമുണ്ടോ? വിജയലക്ഷ്മി വീണ്ടും അവളെ ചോദ്യം ചെയ്തു. മോളുടെ കൂടെ 2 ദിവസം താമസിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ പോയെ. പണ്ടൊക്കെ ഓഫീസിൽ പോകുമ്പോഴും പറഞ്ഞിട്ടേ അവൾ പോകുമായിരുന്നുള്ളൂ. ഇപ്പം നമ്മളെ ഒരു മൈൻഡും ഇല്ല. നമ്മൾ അവളുടെ ആരാ? മായ നിശബ്ദയായി നിന്നതേയുള്ളൂ. എവിടെയെങ്കിലും പോയി തെണ്ടിത്തിരിഞ്ഞു വരട്ടെ. എനിക്കെന്താ, അഭിമാനത്തോടെ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു ഞങ്ങളുടേത്. ഇനി പറഞ്ഞിട്ടെന്താ ഫലം? എൻ്റെ ഗിരി ഉണ്ടായിരുന്നെങ്കിൽ ഈ തോന്നിയസം വല്ലതും നടക്കുമായിരുന്നു. അവരൊന്ന് നെടുവീർപ്പിട്ടു. മുറിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് വാതിലടച്ച് വിജയലക്ഷ്മി ഉടനെ തന്നെ രാഹുലിനെ വിളിച്ചു. എന്താ വിജയമ്മച്ചി? അവൻ ഫോൺ എടുത്തു. നിനക്ക് തിരുവനന്തപുരത്ത് കൂട്ടുകാർ വല്ലവരും ഉണ്ടോ മോനെ? ഉണ്ടല്ലോ. എന്താ കാര്യം? മോളുടെ അടുത്ത് പോവാണെന്ന് പറഞ്ഞ് ഇവിടുത്തെ വരുമ്പട്ടോള് നേരം വെളുക്കും മുമ്പേ പുറപ്പെട്ടിട്ടുണ്ട്. അവിടേക്ക് തന്നെയാണോ പോയതെന്ന് അറിയണം. ആ പെണ്ണ് താമസിക്കുന്ന എവിടാന്ന് നിനക്കറിയാമോ മോനെ? അറിയാം. ഉള്ളൂരിലെ ഒരു ഫ്ലാറ്റിലാണ്. ഒരിക്കലും വിളിച്ചപ്പോൾ സുരഭി ആൻറ്റി പറഞ്ഞായിരുന്നു. ആരെങ്കിലും പരിചയക്കാരുണ്ടോ അവിടെ? ഉണ്ട്. പക്ഷെ നമ്മൾ അതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? എവിടെയെങ്കിലും പോട്ടെ. അങ്ങനല്ല മോനെ. അവൾ പോയത് മറ്റവൻ്റെ അടുത്തേക്കാണെങ്കിൽ നമുക്ക് അവളുടെ ഓഫീസർക്ക് പരാതി കൊടുക്കാം. അവൾ അനാശാസ്യം നടത്തുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിന് പേരുദോഷം ഉണ്ടാവുമെന്ന്. നമ്മളോടുള്ള വിരോധം കൂടത്തല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ ചെയ്താൽ? രാഹുൽ ചോദിച്ചു. അതിന് നമ്മളാ പരാതി കൊടുത്തതെന്ന് അവൾ അറിഞ്ഞില്ലല്ലോ. നമ്മൾ പേര് വെക്കാതെ പരാതി അയക്കും. ഉമ്മക്കത്തൊന്നും നീ കേട്ടിട്ടില്ലേ? മുകളിലേക്കുള്ള എല്ലാ ഓഫീസർമാർക്കും വേണമെങ്കിൽ മന്ത്രിക്കും അയക്കാം. രാഹുൽ ഒന്ന് അമർത്തി മൂളി. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വിളിച്ചു പറയാം. ഏതെങ്കിലും ഹോട്ടലിലോ മറ്റോ ആണെങ്കിൽ തെളിവ് സഹിതം കൊടുക്കാമല്ലോ, വിജയലക്ഷ്മി പറഞ്ഞു. ഞാൻ വേണ്ടത് ചെയ്യാം. വിജയമ്മച്ചി സമാധാനമായിട്ടിരിക്കും. അവൾക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം മോനെ. കല്യാണം കഴിക്കാൻ പ്രായമുള്ള മോളുള്ള ഒരുത്തി അഴിഞ്ഞാട്ടത്തിന് കേസായാൽ അവൾക്ക് പിന്നെ തലയുയർത്തി നടക്കാൻ പറ്റുമോ? ശരി വിജയമ്മച്ചി, ഞാൻ ഒരാളെ വിളിക്കട്ടെ. രാഹുൽ കോള് കട്ട് ചെയ്തു. വിജയലക്ഷ്മി ഒന്ന് ഊറിച്ചിരിച്ചു. ഗാഥയുടെ മുറിയിലേക്ക് രോഷ്നി കയറി വന്നു. നാളെ നമ്മൾ ഉച്ചയോടെ തിരിച്ചെത്തില്ലേ? അവൾ ചോദിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലുടൻ നമ്മൾ പുറപ്പെടുമെന്നാണ് അങ്കിള് പറഞ്ഞത്. ഉച്ചയ്ക്ക് മുമ്പ് നമ്മളിവിടെ എത്തും, ഗാഥ പറഞ്ഞു. നാളെ നമുക്ക് നൈറ്റ് ഡ്യൂട്ടി അല്ലേ? അതാ ചോദിച്ചത്. അങ്ങനെ സമ്മതിച്ചിട്ടല്ലേ ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ലീവ് കിട്ടിയത്. അപ്പോഴേക്കും ഗാഥയുടെ മൊബൈലിൽ ഒരു കോള് വന്നു. നോക്കിയപ്പോൾ സേതുമാധവനാണ് വിളിക്കുന്നത്. മോളെ, അമ്മ എത്തിയോ? 10 മിനിറ്റകം വരും. കുറച്ചു മുമ്പ് ഉമ്മ വിളിച്ചിരുന്നു. 10 മണിയോടെ ഞാൻ വരാം. എന്താ? അയാൾ ചോദിച്ചു. ഇപ്പോൾ 9 ആയല്ലേ ഉള്ളൂ. അമ്മ വന്നിട്ട് വേണം ഞങ്ങൾക്ക് കഴിക്കാൻ. ആ താമസമേ ഉള്ളൂ. നിങ്ങൾ റെഡി ആകുമ്പോഴേക്കും എന്നെ വിളിക്കൂ, ഞാൻ വരാം. ഡ്രൈവറെ ഒഴിവാക്കി ഞാൻ ഡ്രൈവ് ചെയ്യാം. അപ്പം നമ്മൾ 5 പേരും മാത്രമേ കാണൂ, സേതുമാധവൻ പറഞ്ഞു. അങ്കിൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യണ്ട, ഞങ്ങൾ 4 പേര് വേറെ ഉണ്ടല്ലോ. അത് കറക്റ്റ്, നമുക്ക് ജോളിയായി പോകാം. യെസ് അങ്കിള്. അവൾ കോള് കട്ട് ചെയ്ത് അല്പനേരം കഴിഞ്ഞപ്പോൾ സുരഭി വിളിച്ചു. താഴെ എത്തിയിട്ടുണ്ട് എന്നറിയിക്കാനാണ് വിളിച്ചത്. ഗാഥ ഉടൻ തന്നെ ലിഫ്റ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. കാറിൽ നിന്നിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു സുരഭി. വണ്ടിയിൽ നിന്നും ബാഗ് എടുത്ത് അമ്മയെ ഏൽപ്പിച്ചിട്ട് അവൾ കാറ് കൊണ്ടുവന്ന് ഗസ്റ്റുകൾക്കിടയിലുള്ള പാർക്കിംഗ് ഏരിയയിലിട്ടു. കുറച്ചു മുമ്പ് സേതു അങ്കിൾ വിളിച്ചിരുന്നു അമ്മ എത്തിയോന്നറിയാൻ. ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഗാഥ പറഞ്ഞു. സേതു എപ്പോൾ വരും? നമ്മൾ റെഡിയാകുമ്പോൾ അറിയിച്ചാൽ മതി. ചായ ഉണ്ടായാൽ മതി. കഴിക്കാനുള്ളത് മായ തന്നുവിട്ടിട്ടുണ്ട്. അമ്മ പറഞ്ഞല്ലോ. ധന്യയും രോഷ്ണിയും സന്തോഷത്തോടെ സുരഭിയെ സ്വീകരിച്ചു. ഓരോ ദിവസം കഴിയും തോറും സുരഭി ആൻറ്റി കൂടുതൽ സുന്ദരിയും ചെറുപ്പവുമായി കൊണ്ടിരിക്കുന്നു. എന്താണ് ആൻറ്റി ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം? ധന്യ ചോദിച്ചു. ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ സൗന്ദര്യം കൂടി വരും അല്ലേ ആൻറ്റി? രോഷ്ണി പറഞ്ഞു. അതെ, വേറൊരു കാര്യം കൂടിയുണ്ട്.
അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. ധന്യ ഒരു കള്ളച്ചിരി ചിരിച്ചു. അമ്മയുടെ പ്രായമായ ഒരു സ്ത്രീയാണ് ഞാൻ, അത് മറക്കണ്ട. കളിയാക്കൽ നിർത്തിയിട്ട് ഞാൻ കൊണ്ടുവന്നതൊക്കെ എടുക്ക്. ചിരിയോടെ സുരഭി പറഞ്ഞു. നല്ല പൂവ് പോലുള്ള ഇഡ്ഡലിയും ചമ്മന്തിപ്പൊടിയും, അത് ചാലിക്കാൻ ചെറിയ കുപ്പി നല്ലെണ്ണയും കൊടുത്തയച്ചിട്ടുണ്ട് മായ. ധന്യയും രോഷയും കൂടി വേഗം ചായ ഉണ്ടാക്കി. ഗാഥയും സുരഭിയും കൂടി കഴിക്കാനുള്ളത് പ്ലേറ്റിലാക്കി ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ചു. വിജയാൻ്റി അറിഞ്ഞോ അമ്മ ഇങ്ങോട്ട് വരുന്ന കാര്യം? ഗാഥ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. എന്നെ കാണാഞ്ഞ് മായയോട് ചോദിക്കുമായിരിക്കും. എൻ്റെ അടുത്തേക്ക് വന്നെന്നല്ലേ മായാൻജി പറയൂ. ആ, മായയ്ക്കും അറിയില്ലല്ലോ നമ്മുടെ കന്യാകുമാരി യാത്ര. ചെന്നിട്ടേ പറയൂ. രാഹുലേട്ടന് ഞാൻ നല്ലൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പമെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ വരത്തില്ല. ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ വീണ്ടും ദർശന എന്നെ കാണാൻ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറെ കണ്ടൊന്ന് സംസാരിച്ചിട്ട് തീരുമാനം എടുത്താൽ മതിയെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു മോളുണ്ട്, അവളുടെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മാത്രമേ എനിക്കതേക്കുറിച്ച് പറയാൻ പറ്റൂന്ന്. അത് നന്നായി. മോളെ കൊണ്ട് ഇങ്ങനെയും ചില പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലായില്ലേ? ചിരിച്ചുകൊണ്ട് ഗാഥ പറഞ്ഞു. നീയല്ലേ എൻ്റെ കവചം. അതുപയോഗിച്ചില്ലെങ്കിലേ ഞാൻ വെറും മണ്ടിയ. അതെ, അമ്മ എപ്പോഴും മിടുക്കിയാകുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ മോൾക്ക് വേണ്ടി മാത്രം ജീവിക്കരുത്, അമ്മയ്ക്ക് വേണ്ടിയും ജീവിക്കണം. ചായയുമായി ധന്യയും രോഷയും വന്നു. അവർ 4 പേരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. 4 പേർക്കല്ല, 6 പേർക്ക് കഴിക്കാനുള്ള ഇഡ്ഡലി ഉണ്ടല്ലോ, ധന്യ പറഞ്ഞു. ഒടുവിൽ എത്ര എണ്ണം അവശേഷിക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം, ഗാഥ പറഞ്ഞു. അത് ശരിയായിരുന്നു. ഒരെണ്ണം പോലും ബാക്കി വന്നില്ല. നമ്മൾ റെഡിയാണെന്ന് അങ്കിളിനെ വിളിച്ചു പറയട്ടെ, ഗാഥ ചോദിച്ചു. പറയൂ, ഇനി നമുക്ക് ഒട്ടും താമസമില്ലല്ലോ. ഗാഥ അപ്പം തന്നെ സേതുമാധവനെ വിളിച്ചു. അങ്കിൾ വന്നോളൂ. സുരഭി, അമ്മ എപ്പോഴേ വന്നു. ശരി, ഞാനിതാ വരുന്നു. ഫോണ് വെച്ചിട്ട് അവൾ കൂട്ടുകാരികളെ നോക്കി. സേതു അങ്കിൾ ഉടനെ വരും, നമുക്ക് താഴെ വെയിറ്റ് ചെയ്താലോ, അവൾ ചോദിച്ചു. അതാ നല്ലത്, സമയം ഒട്ടും കളയണ്ട. ധന്യയും അതിനോട് യോജിച്ചു. സേതു ഇപ്പോൾ വരും. അറിയാതെ സുരഭിയുടെ ഹൃദയം ഒന്ന് തുടിച്ചു. ഓവർനൈറ്റ് 3 കൂട്ടുകാരികളും തയ്യാറാക്കി വെച്ചിരുന്നു ബാഗ്. സുരഭി തടഞ്ഞിട്ടും അമ്മയുടെ ബാഗ് കൂടി ഗാഥ എടുത്തു. ഫ്ലാറ്റ് പൂട്ടി 4 പേരും താഴെ വന്നു നിന്നു. അല്പസ്നേരം കഴിഞ്ഞപ്പോൾ സേതുമാധവൻ്റെ കാറ് വന്നു. വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായോ? അയാൾ എല്ലാവരോടുമായി തിരക്കി. ഇല്ലെങ്കിൽ ഞങ്ങൾ വന്നതേ ഉള്ളൂ, ഗാഥ പറഞ്ഞു. സുരഭിയെ നോക്കി അയാളൊന്ന് പുഞ്ചിരിച്ചു. ബാഗുകൾ ഡിക്കിയിൽ വെക്കാം. അയാൾ ഡിക്കി തുറന്നു കൊടുത്തു. അവർ ബാഗുകൾ അതിനുള്ളിൽ വെച്ചു. ഞാൻ അങ്കിളുടെ കൂടെ ഇരിക്കാം. ഗാഥ സ്വമേധയാ മുന്നിലുള്ള സീറ്റിൽ സേതുമാധവൻ്റെ അടുത്തിരുന്നു. സുരഭിയും ധന്യയും രോഷിനിയും ബാക്ക് സീറ്റിലിരുന്നു. ഡോറുകൾ അടഞ്ഞു. പോകാമല്ലേ? സേതുമാധവൻ ചോദിച്ചു. യെസ്, പോകാം അങ്കിള്, ധന്യ പറഞ്ഞു. സേതുമാധവന് കാറ് മുന്നോട്ടെടുത്തു. ഗേറ്റ് കടന്ന് റോഡിലേക്കിറങ്ങി വണ്ടി കന്യാകുമാരി ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. അധ്യായം 24. തിരുവനന്തപുരം നാഗർകോവിൽ റോഡിൽ ട്രാഫിക്കിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. വളരെ ശ്രദ്ധയോടെയാണ് സേതുമാധവൻ കാറ് ഡ്രൈവ് ചെയ്തത്. കന്യാകുമാരി നമ്മൾ എപ്പോൾ എത്തും അങ്കിളെ? ഗാഥ ചോദിച്ചു. സാധാരണഗതിയിൽ 3 മണിക്കൂർ മതി. 1 മണി കഴിഞ്ഞും നമ്മളെത്താൻ. തമിഴ്നാട് ബോർഡർ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ റോഡ് കുറച്ച് മോശമായി കിടക്കുകയാണ്, അയാൾ പറഞ്ഞു. പിൻസീറ്റിലിരുന്ന ധന്യയും രോഷിനിയും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഗാഥ തലതിരിച്ച് പിന്നിലേക്ക് നോക്കി. സൈഡ് സീറ്റിലായിരുന്നു സുരഭി. പുറത്തേക്ക് നോക്കി അമ്മ എന്തോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. സേതു അങ്കിളിനോടൊപ്പം മുൻസീറ്റിൽ അമ്മയെ ഇരുത്തണമെന്നായിരുന്നു ഗാഥയുടെ ആഗ്രഹം. അമ്മ അതിന് സമ്മതിക്കില്ലെന്ന് വിചാരിച്ചത് കൊണ്ടാണ് അവൾ നിർബന്ധിക്കാതിരുന്നത്. അമ്മ മുൻസീറ്റിലായിരുന്നെങ്കിൽ അങ്കിളുമായി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചേനെ. സാരമില്ല, ഒരു പകലും രാത്രിയും ബാക്കിയുണ്ടല്ലോ. അവർക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരവസരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. നമ്മൾ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത്? അവൾ ചോദിച്ചു. ഹോട്ടൽ കോപ്പ് കോണ്ടിനെൻ്റൽ. നമ്മുടെ ഹോട്ടലിലെ സ്റ്റാർ ഹോട്ടലാണ്. ബെസ്റ്റ് ഇൻ ലൊക്കേഷൻ. ഫ്രഞ്ച് ആർക്കിടെക്റ്റാണ് ഫുൾ ഡിസൈൻ. സീസൺ സമയത്ത് 90 days ഇൻ അഡ്വാൻസ് ബുക്ക് ചെയ്താലേ റൂം കിട്ടും, അയാൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയല്ലേ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തത്? ഗാഥ ചോദിച്ചു. എപ്പോഴും 10 റൂംസ് മാറ്റി വെച്ചിരിക്കും. VIP-കൾ, സെലിബ്രിറ്റികൾ, അങ്ങനെയുള്ളവരെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ലല്ലോ. അതിൽ നിന്ന് 3 റൂംസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ 2 കാറ്റഗറിയിൽ ഏതിൽ വരും? ചിരിയോടെ ഗാഥ ചിരിച്ചു. ഇത് രണ്ടുമല്ല, സ്പെഷ്യൽ ഗസ്റ്റാണ് നിങ്ങൾ 4 പേരും. അമ്മയ്ക്കും മോൾക്കും ഒരു റൂം, ധന്യയ്ക്കും രോഷനിക്കും വേറൊന്നും. അതൊക്കെ, പക്ഷെ പേയ്മെൻറ്റ് നടത്താൻ ഞങ്ങളെ സമ്മതിക്കണം, അവൾ പറഞ്ഞു.
സ്പെഷ്യൽ ഗസ്റ്റുകൾക്ക് പേയ്മെൻറ്റ് വേണ്ട. ഒരു തരം പ്രൊമോഷൻ പാക്കേജിൽ പെടുന്നതാണത്. എന്നെ പറ്റിക്കാൻ നോക്കല്ലേ. ഞങ്ങൾക്ക് വേണ്ടി അങ്കിൾ പേ ചെയ്തു എന്നറിഞ്ഞാൽ അപ്സെറ്റ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അവൾ പറഞ്ഞു. ഇല്ല മോളെ, എനിക്ക് പേ ചെയ്യേണ്ടതില്ല. ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അക്കോമഡേഷനാണ്. ആ സ്കീം ഞാൻ അവൈൽ ചെയ്യുന്നതും എന്ന് മാത്രം. വർഷത്തിലൊരിക്കൽ കമ്പനി എനിക്ക് തരുന്ന ഗിഫ്റ്റാണിത്. കൊടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് മിക്കപ്പോഴും ഞാനിത് ഉപയോഗിക്കാറില്ലെന്ന് മാത്രം, സേതുമാധവൻ പറഞ്ഞു. ഞാനിങ്ങനെ സംസാരിച്ചത് അങ്കിളിന് ഇൻസൾട്ട് ആയില്ലല്ലോ? ക്ഷമാപണത്തോടെ ഗാഥ അയാളെ നോക്കി. നോ നെവർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു. അയാൾ പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. അവൾ അതെടുത്തു. സൂരജാണ് വിളിച്ചത്. ഹലോ സൂരജ്. അവൾ കോൾ എടുത്തു. നിങ്ങൾ എവിടെ എത്തി? അയാൾ ചോദിച്ചു. എവിടെ എത്തിയെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ എവിടെ എത്തി ഞങ്ങളെ? അയാൾ സേതുമാധവനോടെ ചോദിച്ചു. നെയ്യാറ്റിങ്കര കഴിഞ്ഞു. ഞങ്ങൾ നെയ്യാറ്റിങ്കര കഴിഞ്ഞു സൂരജ്, അവൾ അറിയിച്ചു. എനിക്കിന്ന് വീട്ടിലേക്ക് പോകാൻ പറ്റാതെ വന്നിരിക്കുന്നു, സൂരജ് പറഞ്ഞു. എന്തുപറ്റി? വെഞ്ഞാറമൂട് വെച്ച് അരമണിക്കൂർ മുമ്പ് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടായി. ബസ് വഴി കൂട്ടിയിടിച്ചാണ്. 2 പേര് ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. 4-5 പേര് സീരിയസ് കണ്ടീഷനിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. സാറ് പറഞ്ഞു നീ എൻ്റെ കൂടെ വേണം, വീട്ടിലേക്ക് ഇന്ന് പോകണ്ടെന്ന്. ഓർത്തോപീഡിക് വാർഡിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഷെഡ് റെഡിയാകുന്നു. ആംബുലൻസ് വരാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്, സൂരജ് പറഞ്ഞു. അമ്മയെ വിളിച്ച് കാര്യം പറഞ്ഞോ? അവൾ ചോദിച്ചു. കഴിഞ്ഞിട്ടാണ് നിന്നെ വിളിച്ചത്. എങ്കിൽ വെച്ചോളൂ സൂരജ്, സർജറിക്കുള്ള തയ്യാറെടുപ്പല്ലേ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, ബൈ. സൂരജിൻ്റെ കോള് കട്ടായി. സൂരജ് വിളിച്ചതായിരുന്നു അങ്കിള്, ഗാഥ പറഞ്ഞു. എനിക്ക് തോന്നി, സേതുമാധവനും പറഞ്ഞു. പിന്നിലേക്ക് തിരിഞ്ഞ് സുരഭിയോടും കൂട്ടുകാരികളോടായിട്ട് അവൾ സൂരജ് വിളിച്ച് കാര്യം പറഞ്ഞു. സിറേഖ് സാറിൻ്റെ പെറ്റാണ് സൂരജ്. അതാ തിയേറ്ററിൽ സൂരജ് കൂടെ വേണമെന്ന് സാറ് നിർബന്ധിച്ചത്. ധന്യ. ഓർത്തോപീഡിക് സർജൻ പ്രൊഫസറാണ് ഡോക്ടർ സിറേഖ് ജോർജ്. ഒരു കണക്കിന് സൂരജ് നമ്മുടെ കൂടെ വരാഞ്ഞത് നന്നായി. അല്ലെങ്കിൽ സിറേഖ് സാറിൻ്റെ വിളി വന്നേനെ. സൂരജ് അപ്പോൾ തന്നെ വണ്ടിയിൽ നിന്നിറങ്ങി പോയേനെ, ഗാഥ പറഞ്ഞു. ആരും ഒന്നും മിണ്ടിയില്ല. കാറ് കന്യാകുമാരിയിലേക്ക് ഓടിക്കൊണ്ടിരുന്നു. വിജയലക്ഷ്മി കുറച്ചു നേരം പത്രം വായിച്ചിരുന്നു. പക്ഷെ വായിച്ചതൊന്നും അവരുടെ മനസ്സിലേക്ക് കയറിയില്ല. സുരഭി വെളുപ്പാങ്കാലത്ത് കാറിൽ പോയത് എവിടേക്കായിരിക്കും? അതായിരുന്നു അവരുടെ ചിന്ത. തിരുവനന്തപുരത്ത് മോളുടെ അടുത്തേക്കാണ് പോയതെങ്കിൽ ശരിക്കും നേരം വെളുത്തിട്ട് പോയാൽ മതിയായിരുന്നല്ലോ. ഇത് പ്രാതൽ പോലും കഴിക്കാതെയല്ലേ പോയത്. അപ്പോൾ ആരെയോ കാണാനോ അല്ലെങ്കിൽ ആരുടെയോ കൂടെ ദൂരെ യാത്ര ചെയ്യാനോ ആണ് ഇത്ര നേരത്തെ പോയത്. മായയോട് ചോദിച്ചാൽ അവൾ സത്യം പറയില്ല. അവൾ മഹാകള്ളിയാണ്. ശമ്പളം കൊടുക്കുന്നത് മറ്റവളല്ലേ. അപ്പം അവളോട് ഒട്ടുകയും വേലക്കാരി നിൽക്കും. എങ്കിലും ഒന്നുകൂടെ ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഓർക്കാതെ അവളുടെ നാവിൽ നിന്നും എന്തെങ്കിലും പുറത്തു വന്നാലോ? വിജയലക്ഷ്മി അടുക്കളയിലേക്ക് ചെന്ന് കിച്ചൺ സ്റ്റൂളിലിരുന്ന മായ മൊബൈലിൽ നോക്കുകയായിരുന്നു. അപ്പോൾ വിജയലക്ഷ്മിയെ കണ്ട് അവൾ വേഗം എഴുന്നേറ്റു. സുരഭി അങ്ങ് എന്നോ മായേ? സ്നേഹഭാവത്തിൽ വിജയലക്ഷ്മി അവളോട് ചോദിച്ചു. അറിയില്ല ചേച്ചി, എന്നെ വിളിച്ചില്ല, മായ പറഞ്ഞു. നേരം വെളുക്കുന്നതിന് മുമ്പ് അങ്ങ് പോയതല്ലേ, അങ്ങ് ചെന്ന് കാണും. അവൾ വെറുതെ വീണു. ചെന്ന വിവരം ഒന്ന് വിളിച്ചു പറയണ്ടായോ? അതല്ല മര്യാദ. അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്ക് മനസമാധാനം കിട്ടുമോ? റോഡിലിപ്പോൾ വാഹനങ്ങൾക്ക് ലക്കും ലഗാനും ഇല്ലാതെ ചീറിപ്പായുമല്ലേ. തന്നെയല്ല, അവൾ തനിച്ചാ പോയതും. വിജയലക്ഷ്മിയുടെ സ്നേഹം വഴിഞ്ഞൊഴുകുന്നത് കൊണ്ട് അവൾക്ക് ചിരി വന്നെങ്കിലും അതമർത്തി. സുരഭി എന്ന് വരുമെന്നാ പറഞ്ഞത്? നാളെ ഉച്ച കഴിയെന്നാ പറഞ്ഞത്. ഗാഥമോള് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അവൾ ഒറ്റയ്ക്ക് വൈകുന്നേരം ആ ഫ്ലോറ്റിൽ കുത്തിയിരിക്കണ്ടായോ? അപ്പോഴാണ് വിജയലക്ഷ്മിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. പകൽ മുഴുവൻ ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാവുന്നതാണ് അവൾക്ക് സൗകര്യം. ആരെ വേണമെങ്കിലും വിളിച്ചു വരുത്താമല്ലോ, ആരും അറിയത്തില്ല. അപ്പോൾ അതാണ് ഈ പോക്കിൻ്റെ പിന്നിലെ രഹസ്യം. ഗാനമോൾക്ക് ഇന്നും നാളെയും ആശുപത്രിയിൽ പോകണ്ടെന്നാ ചേച്ചി പറഞ്ഞത്, മായ അറിയിച്ചു. അതെന്താ, ആ കൊച്ച് ലീവ് എടുക്കുമോ? അതറിയത്തില്ല ചേച്ചി. ലീവ് എടുക്കുകയാണെങ്കിൽ അവൾക്ക് ഇങ്ങോട്ട് വരരുതോ? എല്ലാവരെയും കണ്ടിട്ട് പോകാമല്ലോ. മായ മിണ്ടിയില്ല. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് വിജയലക്ഷ്മിക്ക് മനസ്സിലായി. അവൾ കള്ളിയല്ലേ, ഒന്നും വിട്ടുപറയില്ല. വിജയലക്ഷ്മി സിറ്റ് ഔട്ടിലേക്ക് ചെന്ന് ഇരുന്നു. അപ്പോഴാണ് അവർക്കൊരാശയം തോന്നിയത്. ഗാഥയൊന്ന് വിളിച്ചു നോക്കാം. അവൾ ഫ്ലാറ്റിലുണ്ടോ അതോ ഹോസ്പിറ്റലാണോ എന്ന് അറിയാമല്ലോ. ഹോസ്പിറ്റലാണെങ്കിൽ അവർ മൊബൈലെടുത്ത് ഗാഥയെ വിളിച്ചു. എന്താ ആൻറ്റി? ഗാഥ ഉടനെ തന്നെ കോൾ എടുത്തു. മോളെവിടെയാണ്? ഞാൻ പുറത്താണ്. എന്താ ആൻറ്റി? ഹോസ്പിറ്റലാണോ? അല്ല, സുരഭി രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അവൾ പിന്നെ വിളിച്ചില്ല. അവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അമ്മ എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങൾ കാറിലാണ്, ഗാഥ പറഞ്ഞു. അവൾ പറഞ്ഞത് ശരിയാണെന്ന് വിജയലക്ഷ്മിക്ക് മനസ്സിലായി.
വാഹനങ്ങളുടെ ഹോൺ മുഴങ്ങുന്നത് ഫോണിലൂടെ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. നിങ്ങൾ എവിടെ പോവാ? വിജയലക്ഷ്മി പക്ഷെ വിടാൻ തയ്യാറായില്ല. ചില സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ, പിന്നെ ഭക്ഷണം കഴിക്കാം. എന്നാ വെച്ച മോളെ, വിശേഷം അറിയാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. കോള് കട്ട് ചെയ്തിട്ട് വിജയലക്ഷ്മി അല്പനേരം ഇരുന്നു. അപ്പോൾ അവൾ പോയത് മോളുടെ അടുത്തേക്ക് തന്നെയാണ്. പക്ഷെ നേരം വെളുക്കും മുമ്പ് പോയതിലാണ് സംശയം ബാക്കി നിൽക്കുന്നത്. വിജയലക്ഷ്മി ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോഴാണ് രാഹുലിൻ്റെ ഫോൺ വന്നത്. അവൻ വിളിക്കുമെന്ന് അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്താ മോനെ? അവർ പെട്ടെന്ന് രാഹുലിൻ്റെ കോൾ എടുത്തു. വിജയമ്മച്ചി സംശയിച്ചത് ശരിയാ. സുരഭി പോയത് മോളെ കാണാൻ വേണ്ടി മാത്രമല്ല, അവൻ പറഞ്ഞു. അവർ ഉല്ലാസയാത്ര പോയതാണ്. അമ്മയും മോളും പിന്നെ അയാളും ഉണ്ട്, രാഹുൽ പറഞ്ഞു. ആ സേതുമാധവനോ? വിജയലക്ഷ്മിക്ക് വലിയ സന്തോഷമായി. അപ്പോൾ തൻ്റെ ഊഹം തെറ്റിയിട്ടില്ല. എവിടേക്കാ അമ്മയും മോളും കൂടി അയാൾ കൊണ്ടുപോയത്? അതറിയത്തില്ല. നാഗർകോവിലെ റൂട്ടിലാണ് അവർ പോയത്. ചിലപ്പോൾ കന്യാകുമാരിയിലേക്കായിരിക്കും. അതിനാടാ മോനെ സാധ്യത. എന്നാലും മോളെയും കൊണ്ട് അവളൊരു അമ്മയാണോ? പുച്ഛത്തോടെ വിജയലക്ഷ്മി ചോദിച്ചു. പക്ഷെ അവർ രണ്ടുപേരും മാത്രമല്ല വിജയമ്മച്ചി, വേറെ 2 പെൺപിള്ളേരുണ്ട്. റോബിൻ പറഞ്ഞത് കേട്ടിട്ട് ഗാഥയുടെ കൂട്ടുകാരികളായിരിക്കും, രാഹുൽ പറഞ്ഞു. ആരാ മോനെ റോബിൻ? എൻ്റെ കൂട്ടുകാരനാ. അവൻ താമസിക്കുന്നതും കുമാരപുരത്താണ്. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ ഉള്ളൂരുള്ള ആ ഫ്ലാറ്റിലേക്ക് പോയി. ഒരു ബ്ലാക്ക് ക്രിറ്റയിലാണ് അയാൾ വന്നത്. പെണ്ണുങ്ങൾ 4 പേരും കൂടെ അയാളുടെ വണ്ടിയിൽ കയറിപ്പോയത്. ക്രീറ്റയോ? അതെന്താണ്, വണ്ടിയാണോ? വിജയലക്ഷ്മി ചോദിച്ചു. ഒരു തരം വലിയ കാറാ ക്രീറ്റ. അയാളുടെ രൂപത്തെക്കുറിച്ചും റോബിൻ പറഞ്ഞത് വെച്ചാ സേതുമാധവനായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചത്, രാഹുൽ പറഞ്ഞു. 4 പെണ്ണുങ്ങളെയും കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മോനെ. വരുമ്പം വിജയമ്മച്ചി നേരിട്ട് ചോദിക്കും. എനിക്കറിയാൻ വയ്യ അവരെങ്ങോട്ടാ പോയതെന്ന്, എന്താണ് ഉദ്ദേശമെന്ന്. റോബിൻ വെള്ളയാണി വരെ അവരെ ഫോളോ ചെയ്തു, എന്നിട്ട് തിരിച്ചു പോന്നു. മോളും കള്ളിയാടാ. ഞാൻ ആ പെണ്ണിനെ വിളിച്ചിട്ട് ഫോൺ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അവൾ പറഞ്ഞത് എന്തെന്നറിയാമോ? അമ്മയും മോളും കൂടെ സാധനങ്ങൾ മേടിക്കാൻ കടയിൽ പോവാണെന്ന്. അമ്മയുടെ മോളല്ലേ, അങ്ങനല്ലേ പറയൂ. വിജയമ്മച്ചി വെച്ചോ, എനിക്ക് വേറെ പണിയുണ്ട്. വിജയമ്മച്ചിക്ക് എന്തെങ്കിലും പറയാൻ അവസരം കിട്ടും മുമ്പ് രാഹുൽ കോള് കട്ട് ചെയ്തു. എത്ര ആലോചിച്ചിട്ടും വിജയലക്ഷ്മിക്ക് ഒരു കാര്യം മനസ്സിലായില്ല. എന്തിനാണ് 4 പെണ്ണുങ്ങളെയും കാറിൽ കയറ്റി ആ വൃത്തികെട്ടവൻ കൊണ്ടുപോയത്? ആ മണ്ടി പെണ്ണുങ്ങൾ അവൻ്റെ വലയിൽ വീണോ? എൻ്റെ സുബ്രഹ്മണ്യ സ്വാമി, ഇനി എന്തൊക്കെ അപഖ്യാതികൾ കേൾക്കേണ്ടി വരും. കന്യാകുമാരിയിൽ തമിഴ്നാട് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹോട്ടലിൻ്റെ സമീപത്തായിരുന്നു 4 നിലകളുള്ള ഹോട്ടൽ കോപ്പ് കോണ്ടിനെൻ്റൽ. മനോഹരമായ ആ ഹോട്ടലിൻ്റെ പോർച്ചിൽ ചെന്ന് കാറ് നിന്നു. സേതുമാധവൻ കാറിൽ നിന്നിറങ്ങി. പിന്നാലെ ഗാഥയും സുരഭിയും ധന്യയും രോഷ്ണിയും. വന്നോളൂ, അയാൾ അവരോട് പറഞ്ഞു. അങ്കിൾ ബാഗ് എടുക്കണ്ടേ? ഗാഥ ചോദിച്ചു. അതവർ കൊണ്ടുവന്നോളൂ. അവർ ഹോട്ടലിൻ്റെ ലോബിയിലേക്ക് ചെന്നു. റിസപ്ഷനിലുണ്ടായിരുന്ന ടൈ ധരിച്ച ചെറുപ്പക്കാരൻ ആദരവോടെ സേതുമാധവനെ അഭിവാദനം ചെയ്തു. അവർ തമ്മിൽ നേരത്തെ പരിചയക്കാരനാണെന്ന് ഗാഥയ്ക്ക് മനസ്സിലായി. അപ്പോഴേക്കും ഹോട്ടൽ ബോയ് ചെന്ന് കാറിൽ നിന്ന് എല്ലാവരുടെയും ബാഗുകൾ എടുത്തുകൊണ്ടുവന്നു. 2nd ഫ്ലോറിലാണ് നമ്മുടെ റൂംസ്, സേതുമാധവൻ പറഞ്ഞു. ലിഫ്റ്റിൽ അവർ 3ാമത്തെ നിലയിലേക്ക് പോയി. അടുത്തടുത്ത 3 മുറികൾ. ധന്യയ്ക്കും റോഷ്ണിക്കും ഈ റൂം ഉപയോഗിക്കാം. ഇത് സുരഭിക്കും ഗാഥയ്ക്കും. തൊട്ടടുത്തുള്ളതാണ് എൻ്റേത്, സേതുമാധവൻ പറഞ്ഞു. അപ്പോഴേക്കും റൂം ബോയ് എല്ലാവരുടെയും ബാഗുകൾ കൊണ്ടുവന്നു. എല്ലാവരും ഒന്ന് ഫ്രഷ് ആകൂ, 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ലഞ്ച് കഴിക്കാൻ പോകാം. ഗ്രൗണ്ട് ഫ്ലോറിലാണ് റെസ്റ്റോറൻറ്റ്. ഓക്കെ അങ്കിൾ. ഗാഥയും സുരഭിയും അവരുടെ മുറിയിലേക്ക് കയറി. അമ്മ കാര്യമായി ഒന്നും മിണ്ടുന്നത് കണ്ടില്ലല്ലോ. എന്തുപറ്റി? ഇഷ്ടപ്പെട്ടില്ലേ ഈ യാത്ര? വാതിലടച്ചു കഴിഞ്ഞ് ഗാഥ ചോദിച്ചു. കാറിൽ വെച്ച് എന്ത് മിണ്ടാനാ മോളെ? നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് യാത്ര ഇഷ്ടപ്പെടാതിരിക്കുമോ? ചിരിച്ചുകൊണ്ട് സുരഭി ചോദിച്ചു. ഒരു വിശ്രമമില്ലാത്ത ജോലിയല്ലേ എന്നും. ഒന്ന് റിലാക്സ് ചെയ്യാൻ ഇത്തരം ഔട്ടിങ് നല്ലതാണ്, പ്രത്യേകിച്ചും നമുക്ക് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ. ഇഷ്ടപ്പെട്ടവർ എന്ന് അവൾ ഉദ്ദേശിച്ചത് ആരെക്കുറിച്ചാണ് എന്ന് സുരഭിക്ക് മനസ്സിലായി. എങ്കിലും അവളൊന്നും പറഞ്ഞില്ല. അവർ ചെന്ന് വിൻഡോ കട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. ബംഗാൾ ഉൾക്കടലാണ് അവർ കണ്ടത്. അകലെ കടലിൽ വിവേകാനന്ദ പാറയും തിരുവള്ളുവർ പ്രതിമയും. ജനാല തുറന്നപ്പോൾ കടലിൽ നിന്നുള്ള കാറ്റ്
മുറിയിലേക്ക് കയറി വന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോർബെൽ മുഴങ്ങി. ഗാഥ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് ധന്യയും രോഷിയും നിൽക്കുന്നുണ്ടായിരുന്നു. വിശക്കുന്നില്ലേ ആർക്കും? ധന്യ ചോദിച്ചു. അങ്കിള് വരട്ടെ, നമുക്ക് താഴേക്ക് പോകാം, ഗാഥയും പറഞ്ഞു. അപ്പോഴേക്കും റൂമിൽ നിന്നും സേതുമാധവൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോയാലോ? അയാൾ ചോദിച്ചു. പോകാം അങ്കിൾ. റൂം ലോക്ക് ചെയ്തിട്ട് അവർ ലിഫ്റ്റിൽ താഴേക്ക് പോയി. റെസ്റ്റോറൻറ്റിൽ ചെന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമാണ് 5 പേരും ഇരുന്നത്. 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിവേകാനന്ദ റോക്ക് കാണാൻ പോകുന്നു. തിരിച്ചു വന്ന് കുളി കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോകുന്നു. അപ്പോഴേക്കും സൺസെറ്റിൻ്റെ സമയമാകും. അതും കാണുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സേതുമാധവൻ പ്രോഗ്രാം അവതരിപ്പിച്ചു. അയ്യോ, വിവേകാനന്ദ പാറ കാണാൻ ഞാനില്ല. ബോട്ടിൽ കയറാൻ എനിക്ക് പേടിയാ, സുരഭി പറഞ്ഞു. അമ്മ വരണ്ട, റൂമിലിരുന്നോ, ഞങ്ങൾ പോയിട്ട് വരാം, ഗാഥ പറഞ്ഞു. സുരഭി തനിച്ച് റൂമിലിരിക്കുവോ? സേതുമാധവൻ ചോദിച്ചു. അമ്മയെ ഒറ്റയ്ക്ക് ഇരുത്തണ്ട, അങ്കിള് വരണമെന്നില്ല, ഞങ്ങൾ 3 പേരും കൂടി പോയിട്ട് വരാം, ഗാഥ പറഞ്ഞു. നിങ്ങൾ 3 പേരും മാത്രമായിട്ട് പോകണ്ട, സേതുവും കൂടി പോ, അല്ലെങ്കിൽ എനിക്കൊരു മനസമാധാനം കിട്ടത്തില്ല, സുരഭി പറഞ്ഞു. എങ്കിലും നമ്മൾ എല്ലാവരും കൂടി പോകുന്നു. സുരഭി പേടിക്കണ്ട, ഞങ്ങളല്ലേ കൂടെ, സേതുമാധവനാണ് ആ തീരുമാനം പറഞ്ഞത്. അതങ്ങനെ തീരുമാനിക്കപ്പെട്ടു. 3 മണിയായപ്പോൾ അവർ വിവേകാനന്ദ പാറയിലേക്ക് പോകാനായി ഇറങ്ങി. വെയിലിൻ്റെ ചൂട് കുറഞ്ഞിരുന്നില്ല. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകളും മറ്റു വാഹനങ്ങളും ധാരാളം പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പല ഭാഷകൾ സംസാരിക്കുന്ന ഉല്ലാസയാത്രക്കാർ. ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്നും അവർ 5 പേരും ബോട്ടിൽ കയറി. ലൈഫ് ജാക്കറ്റ് ധരിക്കുമ്പോൾ തന്നെ സുരഭിക്ക് പേടി തുടങ്ങി. അങ്ങോട്ട് പോകുമ്പോൾ കടലിലെ തിരകൾക്ക് ശക്തി കുറവായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോൾ ആൾപ്പൊക്കമുള്ള തിരകൾ ഓരോന്നായി വരികയും ബോട്ട് ആടി ഉലയുകയും ചെയ്തു. സുരഭി തൊട്ടടുത്തുണ്ടായിരുന്ന സേതുമാധവന്റെ കൈത്തണ്ടയിൽ ഭയത്തോടെ അമർത്തിപ്പിടിച്ചു. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. വല്ലാത്ത ഒരു സുരക്ഷിതത്വ ബോധം അവൾക്ക് അപ്പോഴനുഭവപ്പെട്ടു. തിരിച്ച് ഹോട്ടലിലേക്ക് അല്പം വേഗതയിൽ ഗാഥയും ധന്യാനും രോഷിനിയും നടന്നു. പിന്നിൽ സാവധാനം സംസാരിച്ചുകൊണ്ടാണ് സുരഭിയും സേതുമാധവനും വന്നത്. സൺസെറ്റ് കണ്ടിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് നമ്മൾ 3 പേരും കൂടി ഷോപ്പിങ്ങിന് തിരിച്ചു പോന്നു. ധന്യ അവളുടെ പദ്ധതി അവതരിപ്പിച്ചു. സന്ധ്യ കഴിഞ്ഞ നേരത്ത് നമ്മൾ 3 പേരെയും കൂടി വിടുവോ സുരഭി ആൻറ്റി? രോഷിനി സംശയിച്ചു. അതൊക്കെ നമുക്ക് പോകാം, പക്ഷേ അമ്മയും വരാനിറങ്ങുമോ എന്നാണ് എൻ്റെ സംശയം. നമ്മൾ കൊണ്ടുപോവില്ല, എങ്കിലല്ലേ അങ്കിളിനും ആൻറ്റിക്കും മിണ്ടിയും പറഞ്ഞൊരിക്കാൻ ഒരവസരം കിട്ടൂ. അവർ 2 പേരും അത് ആഗ്രഹിക്കുന്നുണ്ട്, ധന്യ പറഞ്ഞു. ശരിയാണ്. കുളി കഴിഞ്ഞ് കന്യാകുമാരി ദേവിയെ കണ്ട് തൊഴാൻ അവർ ക്ഷേത്രത്തിലേക്ക് പോയി. പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ഓർമ്മിപ്പിക്കുന്ന നിർമ്മാണം. ക്യൂ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴേക്ക് അസ്തമയത്തിൻ്റെ സമയം. അവർ മുമ്പിലേക്ക് ചെന്ന് 100 കണക്കിന് ആളുകളോടൊപ്പം നിന്ന് സൂര്യബിംബം അറബിക്കടലിലേക്ക് അല്പാൽപമായി താഴ്ന്നു മറയുന്നത് മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അത് കണ്ടു. ധന്യ തുരുതുരെ ഫോട്ടോകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഹോട്ടലിൽ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാഥ അക്കാര്യം പറഞ്ഞത്. ഞങ്ങൾ 3 പേരും പുറത്തേക്ക് പോയിട്ട് വരാം, വെറുതെ ചുറ്റിയടിച്ച് കുറച്ച് ഷോപ്പിംഗ് നടത്തിയിട്ട് വരാം. അയ്യോ വേണ്ട, സന്ധ്യ കഴിഞ്ഞില്ലേ, പരിചയമില്ലാത്ത സ്ഥലം, സുരഭി ഭീതിയോടെ പറഞ്ഞു. സാരമില്ല, അവർ പോയിട്ട് വരട്ടെ, നിറയെ ആളും വെളിച്ചമൊക്കെ ഉണ്ടല്ലോ, ഷോപ്പിംഗ് ഏരിയയിൽ മാത്രമേ പോകാവൂ, സേതുമാധവൻ പറഞ്ഞു. അത് ഞങ്ങൾക്കറിയില്ലെങ്കിൽ, ഞങ്ങൾ കൊച്ചു കുട്ടികളല്ലല്ലോ. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിയ പാടെ 3 കൂട്ടുകാരികളും ഉത്സാഹത്തോടെ പുറത്തേക്ക് പോയി. നമുക്ക് റൂമിലേക്ക് പോവാല്ലേ, സേതുമാധവൻ ചോദിച്ചു. സുരഭി മൂളി. മുകളിലേക്ക് പോകാൻ ലിഫ്റ്റിൽ അവർ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തടുത്ത് നിന്നപ്പോൾ സുരഭിയുടെ മുടിയിൽ നിന്നും പ്രസരിച്ച നേർത്ത സുഗന്ധം സേതുമാധവന് അനുഭവപ്പെട്ടു. അയാളൊന്ന് മന്ദഹസിച്ചു. അതുകൊണ്ട് അവൾ പെട്ടെന്ന് മുഖം കുനിച്ചു. അധ്യായം 26. ലിഫ്റ്റ് 3ാമത്തെ നിലയിലെത്തി. വാതിൽ തുറക്കപ്പെട്ടപ്പോൾ സുരഭിയാണ് ആദ്യം പുറത്തിറങ്ങിയത്. പിന്നാലെ സേതുമാധവനും ഇറങ്ങി. സന്ധ്യ കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇടനാഴിയിലെ ലൈറ്റുകൾ പ്രകാശിച്ചിരുന്നു. ഇരുവശത്തുമുള്ള മുറികളുടെ വാതിലുകൾ അടഞ്ഞു കിടന്നിരുന്നു. കുട്ടികൾ എപ്പോൾ വരുമെന്ന് അറിയില്ലല്ലോ, റൂമിന് നേരെ നടക്കുമ്പോൾ സേതുമാധവൻ പറഞ്ഞു. പരിചയമില്ലാത്ത സ്ഥലമല്ലേ, വേഗം വരാതിരിക്കില്ല, സുരഭി പറഞ്ഞു. പണ്ടത്തെ പെൺകുട്ടികളല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ, കുറച്ചുകൂടി ധൈര്യശാലികളാണ്. ഇരുട്ടിനെ അവർക്ക് ഭയമൊന്നുമില്ല, ചിരിച്ചുകൊണ്ട് സേതുമാധവൻ പറഞ്ഞു. ഇരുട്ടിൻ്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി, ഒറ്റയ്ക്കല്ലല്ലോ, അവർ 3 പേരില്ലേ, ഒന്നും പേടിക്കണ്ട. സുരഭിയുടെയും ഗാഥയുടെയും റൂമിൻ്റെ മുന്നിലെത്തിയ അവർ നിന്നു. റൂമിൻ്റെ കീ കയ്യിലുണ്ടോ, സേതുമാധവൻ ചോദിച്ചു. ഒറ്റയ്ക്കിരിക്കാൻ പേടിയില്ലല്ലോ, അയാളും ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല.
കുട്ടികൾ വരുന്നവരെ സുരഭിക്ക് എൻ്റെ റൂമിലിരുന്നൂടെ? അയാൾ പറഞ്ഞു. അവളൊന്നും മിണ്ടിയില്ല. സേതുമാധവൻ ചെന്ന് അയാളുടെ മുറി തുറന്നു. സുരഭി വരൂ. അയാളുടെ പിന്നാലെ അവൾ മുറിയിലേക്ക് കയറി ചെന്നു. ലിവിങ് ഏരിയയിൽ സോഫ സെറ്റ് ഉണ്ടായിരുന്നു. ഇരിക്കൂ. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അല്പനേരം ബാൽക്കണിയിൽ ചെന്നിരിക്കാം. സേതുമാധവൻ ആണ് ആ അഭിപ്രായം പറഞ്ഞത്. അതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. അടഞ്ഞ മുറിയിൽ സേതുവിനോടൊപ്പം ഇരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ മനസ്സ് ചഞ്ചലപ്പെടാതിരിക്കില്ല. സേതുമാധവൻ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു. സുരഭി വരൂ, അയാൾ ക്ഷണിച്ചു. അയാൾക്ക് പിന്നാലെ അവൾ ബാൽക്കണിയിലേക്ക് നടന്നു. കടൽ ഇരുണ്ട് കിടക്കുകയാണ്. നിഴൽ ചിത്രം പോലെ വിവേകാനന്ദ സ്മാരകവും തിരുവള്ളുവർ പ്രതിമയും കാണാമായിരുന്നു. കടലിൽ നിന്നും കയറി വന്ന കാറ്റിൽ സുരഭിയുടെ വസ്ത്രങ്ങൾ ഒന്നിളകി പറന്നു. അരയ്ക്കൊപ്പം പൊക്കമുള്ള കൈവരിയുണ്ടായിരുന്നു ബാൽക്കണിയിൽ. അതിൻ്റെ റെയിലിങ്ങിൽ ഇരു കൈകളും പിടിച്ചുകൊണ്ട് രണ്ടുപേരും അടുത്തടുത്ത് നിന്നു. രാത്രിയിലെ കന്യാകുമാരി കാണാൻ നല്ല ഭംഗിയായിരുന്നു. തീരത്ത് നിരനിരയായി ഹോട്ടലുകളും മറ്റു കെട്ടിടങ്ങളും, അവയിൽ പൊട്ടുപോലെ വെളിച്ചങ്ങൾ. മൂന്നാമത്തെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ രാത്രിക്ക് വശ്യ സൗന്ദര്യം. സുരഭി എന്താണെന്നും പറയാത്തത്? സേതുമാധവൻ പെട്ടെന്ന് നിശബ്ദതയെ ഭഞ്ജിച്ചു. ഒന്നുമില്ല സേതു, ഞാൻ ആലോചിക്കായിരുന്നു. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അവൾ പറഞ്ഞു. ഞാനും. ജീവിതം അങ്ങനെയാണ്. നിലച്ചിരിക്കാതെ ചില സൗഭാഗ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തരും, ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത്, ഒരു പാരിതോഷികം പോലെ. അതാണിപ്പോൾ സംഭവിക്കുന്നത്, സേതുമാധവൻ പറഞ്ഞു. പക്ഷേ ശരിയാണ്, അതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കടൽ തീരത്ത് നനഞ്ഞ മണ്ണുകൊണ്ട് കുട്ടികൾ ഉണ്ടാക്കുന്ന കളിവീട് ഒരു വൻ തിര വന്ന് മുഴുവനായി നക്കിത്തുടച്ച് കൊണ്ടുപോകാറുണ്ട്, അവൾ പറഞ്ഞു. അതും അറിയാം. പക്ഷെ നമ്മൾ അനുഭവിക്കുന്ന ഈ സ്നേഹാനുഭൂതി ഉണ്ടല്ലോ, ഇനി ഒരു കടൽ തിരയ്ക്കും അതിനെ മായ്ച്ചു കളയാൻ പറ്റില്ല. അതിന് നമ്മൾ സമ്മതിക്കില്ല. ഒരു കാറ്റുകൂടി ഇരുവരെയും ഒന്ന് തഴുകിയിട്ട് ഒന്നും അറിയാത്തതുപോലെ കടന്നുപോയി. കോളേജ് വിട്ട് നമ്മൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെക്കുറിച്ച് പലപ്പോഴും ഓർക്കുമായിരുന്നു. ഒരിക്കലും നമ്മളിനി കാണാൻ ഒരു സാധ്യതയുമില്ലെന്നായിരുന്നു അന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ സംഭവിച്ചതോ? അയാൾ പറഞ്ഞു. ഞാനും സേതുവിനെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു. കല്യാണശേഷം ആ ഓർമ്മകളുടെ തീവ്രത കുറയുകയും ചെയ്തു. എന്നെങ്കിലും സേതുവിനെ കണ്ടുമുട്ടുമെന്ന് ഞാനും വിചാരിച്ചിരുന്നില്ല. കാലം ചിലത് നമുക്ക് വേണ്ടി കാത്തു വെക്കാറുണ്ട്. അത് സംഭവിച്ചേ തീരൂ. ബാൽക്കണിയിലെ മങ്ങിയ വെളിച്ചത്തിലും സുരഭിയുടെ വെളുത്ത നീണ്ട ഭംഗിയുള്ള കൈവരിയിൽ വിശ്രമിക്കുന്നത് സേതുമാധവൻ കണ്ടു. അയാൾ മെല്ലെ അവളുടെ കൈവിരലുകൾക്ക് മീതെ കൈവച്ചു. അവൾ പെട്ടെന്ന് മുഖം തിരിച്ച് അയാളെ നോക്കി. സുരഭി, നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ കൈകോർത്ത് നടന്നിരുന്ന ആ കാലം? ശംഖുമുഖം ബീച്ചിലും ഈസ്റ്റ് ഫോർട്ടിലും ഫുട്പാത്തിലും കനകക്കുന്നിലെ പുഷ്പമേളയിലും? അയാളെ ചോദിച്ചു. മറക്കുവോ അതൊക്കെ? ശ്രീകുമാർ തിയേറ്ററിലും അജന്തയിലും ശ്രീപത്മനാഭയിലും ഒക്കെ കൈവിരലുകൾ കോർത്ത് പിടിച്ചിരുന്ന് നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു. വേറൊരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുന്നു, താഴ്ന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു. എന്താണ്? അവൾ ചോദിച്ചു. ഞാൻ പറയാതെ തന്നെ നിനക്കത് ഊഹിക്കാൻ കഴിയില്ലേ? സേതുമാധവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് സുരഭിക്ക് മനസ്സിലായി. ആദ്യമായി ചുണ്ടുകളിൽ ചുണ്ടുകൾ സ്പർശിച്ച ആ അപൂർവ സുന്ദരമായ നിമിഷം മറക്കാൻ പറ്റുമോ? മധുരമായ അനുഭവം എത്രയോ തവണ പിന്നീട് ഓർമ്മയിൽ നുകർന്നിരിക്കുന്നു. ഓർത്തപ്പോൾ അവളുടെ ശരീരം ഒന്ന് പ്രകമ്പനം കൊണ്ടു. സുരഭിക്ക് 19 വയസ്സ് തികയുന്ന ദിവസമായിരുന്നു അത്. എഞ്ചിനീയറിംഗ് കോളേജിൽ 2ാമത്തെ വർഷം. പ്രണയം അപ്പോഴേക്കും ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ജന്മദിനമാണെന്ന് അവൾ സേതുമാധവനോട് പറഞ്ഞതേയില്ല. പക്ഷേ അയാൾ അതെങ്ങനെയോ നേരത്തെ മനസ്സിലാക്കി വെച്ചിരുന്നു. ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ ചെറിയ പാക്കറ്റുമായിട്ടാണ് അയാൾ അന്ന് കോളേജിൽ വന്നത്. ഹാപ്പി ബർത്ത്ഡേ. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അയാൾ അത് അവൾക്ക് നീട്ടി. ആശ്ചര്യത്തോടെ അവളത് കൈനീട്ടി സ്വീകരിച്ചു. താങ്ക്സ്. എങ്ങനെ അറിഞ്ഞു ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന്? സ്വപ്നത്തിൽ ഒരാൾ വന്ന് പറഞ്ഞു നാളെ സുരഭിയുടെ ജന്മദിനമാണെന്ന്. കളി പറയാതെ സത്യം പറ, എങ്ങനെ അറിഞ്ഞു? അവൾ വീണ്ടും ചിരിച്ചു. ഓഫീസിൽ നിന്നാണ് സുരഭിയുടെ ഡേറ്റ് സംഘടിപ്പിച്ചത്. ചെറിയ കൈവടക്ക് കൊടുക്കേണ്ടി വന്നു. അയാൾ രഹസ്യം വെളിപ്പെടുത്തി. ഈശ്വര, അവൾ അത്ഭുതം കുറി. തുറന്നു നോക്കൂ എന്താണെന്ന്, അയാൾ പറഞ്ഞു. അവൾ ഗിഫ്റ്റ് പേപ്പർ വലിച്ചിളക്കി പാക്കറ്റിനുള്ളിൽ എന്താണെന്ന് പരിശോധിച്ചു. ചോക്ലേറ്റ് ബാറുകളാണ് അതിലുണ്ടായിരുന്നത്. കേക്ക് മേടിക്കാനായിരുന്നു ആഗ്രഹിച്ചത്. പക്ഷെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ
ഇത് കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ഓർത്തപ്പോഴാണ്. അത് സാരമില്ല, ചോക്ലേറ്റ് എനിക്കൊരു വീക്ക്നെസ്സാണ്. ഇതിൽ കൂടുതൽ വേറൊരു സന്തോഷമില്ല, അവൾ പറഞ്ഞു. അപ്പോൾ പകരം എനിക്കെന്താണ് തരുന്നത്? അയാൾ ചോദിച്ചു. സേതുവിന് എന്താണ് വേണ്ടത്? എന്തു തന്നാലും മതി, എനിക്ക് സന്തോഷമാകൂ. ചോക്ലേറ്റ് കയ്യിൽ പിടിച്ച ആലോചനയോടെ അവൾ നിന്നു. ചോക്ലേറ്റ് മാത്രമേ എൻ്റെ കയ്യിലുള്ളല്ലോ. പിന്നെ അവൾ പറഞ്ഞു, അത് ഞാൻ തന്നതല്ലേ, അത് പോരാ. പിന്നെ എനിക്കൊരു ഉമ്മ മതി. പെട്ടെന്ന് അവളുടെ മുഖം ലജ്ജ കൊണ്ട് തുടുത്തു, ചുവന്നു. അവൾ തല കുനിച്ചു നിന്നു. ഇലക്ട്രോണിക്സിൻ്റെ കഴിഞ്ഞ ക്ലാസ് റൂമായിരുന്നു അത്. അവിടേക്ക് ആരും വരില്ലെന്ന് അപ്പോൾ വിശ്വാസമുണ്ടായിരുന്നതുകൊണ്ട് അയാൾ അവളെ പെട്ടെന്ന് ചേർത്ത് പിടിച്ചു, ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. സേതു വേണ്ട, അവൾ പറഞ്ഞെങ്കിലും ഒട്ടും എതിർപ്പ് കാണിച്ചില്ല. ശരി, പോകാം. ആദ്യം അവളാണ് ക്ലാസ്സിൽ നിന്നിറങ്ങിയത്, പിന്നാലെ അവനും. ഇപ്പോൾ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ 25 വർഷം മുമ്പ് നടന്ന ആ ജന്മദിനം രണ്ടുപേർക്കും ഓർമ്മ വന്നു. അതിൻ്റെ മധുരമയിൽ ലയിച്ച് അവർ നിന്നു. വരൂ, അധികം തണുപ്പടിക്കണ്ട, സേതുമാധവൻ പറഞ്ഞു. കടൽക്കാറ്റിൻ്റെ തണുപ്പ് ഏറിയിരിക്കുന്നു. അവർ റൂമിലേക്ക് പോയി. അയാൾ ബാൽക്കണിയിലേക്കുള്ള വാതിലടച്ചു. ഇന്ന് നിന്റെ ജന്മദിനമാണെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു, സേതുമാധവൻ പറഞ്ഞു. എങ്കിൽ ചോക്ലേറ്റ് സമ്മാനവുമായി സേതു എന്നെ കാണാൻ വരുമായിരുന്നു? കൗതുകത്തോടെ സുരഭി ചോദിച്ചു. സംശയം എന്താ? ചോക്ലേറ്റ് തന്നിട്ട് പകരം എനിക്കെന്ത് തരുമെന്ന് ചോദിക്കുമായിരുന്നു. അന്നത്തെ ആ 19-കാരിയെ പോലെ സുരഭി ലജ്ജയോടെ മുഖം കുനിച്ചു. സുരഭി, അയാൾ അവളുടെ താടിയിൽ പിടിച്ച് മെല്ലെ മുഖമുയർത്തി. അവളുടെ കണ്ണുകൾ ഇളകി മറിയുന്ന ഒരു കടൽ അയാൾ കണ്ടു. സുരഭി, സേതുമാധവൻ അവളെ ചേർത്ത് പിടിച്ചു. മുഖം കുനിച്ച് അയാൾ അവളുടെ വിറയാർന്ന ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അവൾ ഒരു ആശ്രയത്തിനെന്ന പോലെ അയാളെ കെട്ടിപ്പിടിച്ചു. ഇനി നമ്മുടെ ജീവിതം 2 അല്ല, 1. എനിക്ക് വേണം നിന്നെ, ബാക്കിയുള്ള കാലം മുഴുവൻ, സേതുമാധവൻ പറഞ്ഞു. ഇനി പിരിയരുത്. ഈ സ്നേഹം കൂടാതെ എനിക്കിനി ജീവിക്കാൻ വയ്യ സേതു. എൻ്റെ മോൾക്കും വേണം സേതുവിനെ. അച്ഛനില്ലാതെ ദുഃഖം ഇനി അവൾ അനുഭവിക്കരുത്, സുരഭി പറഞ്ഞു. അതെ, എത്രയും വേഗം നമുക്ക് വിവാഹിതരാവണം. ഒരു താലി വാങ്ങി ഞാൻ വരാം. ദിവസം മാത്രം തീരുമാനിച്ചാൽ മതി. ഇനി എന്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം? അയാൾ വീണ്ടും അവളെ ഗാഢമായി ചുംബിച്ചു. ശരീരം എവിടേക്കോ ഉണരുന്നത് പോലെ രണ്ടുപേർക്കും അനുഭവപ്പെട്ടു. കുട്ടികൾ വരാറായെന്ന് തോന്നുന്നു, അവൾ ഓർമ്മിപ്പിച്ചു. അവർ വരട്ടെ. വേർപെടാനാവാതെ അവരൊരു ശരീരമായി ഏറെ നേരം അങ്ങനെ നിന്നു. ഷോപ്പിംഗ് ഏരിയയിൽ ഓരോ കടയിലും ഗാഥയും ധന്യയും രോഷ്ണിയും കയറിയിറങ്ങി. ആവശ്യമില്ലായിരുന്നെങ്കിലും ഒരു രസത്തിന് അവർ ഒരു മുറിത്തമിഴിൽ വിലപേശി പലതും വാങ്ങി. 8 മണിയാകുന്നു. ഒടുവിൽ ഗാഥ പറഞ്ഞു, നമുക്കിനി പോകാം. വൈകിയാൽ ആൻറ്റിയും മകളും ടെൻഷൻ അടിക്കും, രോഷ്ണി പറഞ്ഞു. നമ്മൾ നേരത്തെ ചെല്ലുമോ എന്നുള്ള ടെൻഷൻ മാത്രമേ അവർക്ക് കാണൂ, ചിരിച്ചുകൊണ്ട് ധന്യ പറഞ്ഞു. ഗാഥ ചിരിച്ചതേയുള്ളൂ. എൻ്റെ ഐഡിയ എങ്ങനെ ഉണ്ടായിരുന്നു? കുറേ നേരത്തേക്ക് 2 പേരെയും ഫ്രീ ആയി വിടാൻ പറ്റിയ അവസരം കിട്ടുമെന്ന് ഈ ടൂറ് പ്ലാൻ ചെയ്തപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. അത് സക്സസ് ആയില്ലേ? ധന്യ ചോദിച്ചു. അതെ, 2 പേരും ബാക്കിയെല്ലാം മറന്നതുപോലെ തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് അമ്മയുടെ വിളി പല തവണ വന്നേനെ, ഗാഥ സമ്മതിച്ചു. അവർ 3 പേരും ഹോട്ടലിനെ ലക്ഷ്യമാക്കി നടന്നു. അവർ 2 പേരും മനസ്സ് തുറന്നു കാണും, പറയാനുള്ളതെല്ലാം പറഞ്ഞു കാണും. അവർക്കിടയിൽ കൂടുതൽ ഇൻറ്റിമസി ഉണ്ടായി കാണും. എത്രയും വേഗം ഒന്നിച്ച് ജീവിക്കണമെന്ന് അവർ തീരുമാനമെടുത്തു കാണും, ധന്യ പറഞ്ഞു. യെസ്, പക്ഷേ അമ്മയെ കല്യാണം കഴിപ്പിക്കാൻ എന്നെപ്പോലെ വേറൊരു മകളും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല. ലവറുമായി കൂടുതൽ അടുക്കാനും അമ്മയ്ക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുത്ത് ഷോപ്പിംഗ് എന്നും പേര് പറഞ്ഞു. നിങ്ങൾ അമ്മയും മോളോ മാത്രമല്ലല്ലോ ഗാഥേ, അതിലുപരി ഫ്രണ്ട്സ് അല്ലേ? ധന്യ ചോദിച്ചു. യെസ്, എന്തും തുറന്നു പറയാൻ ഫ്രീഡമുള്ള ഫ്രണ്ട് തന്നെയാണ് എനിക്കമ്മ. ഗാഥ തലകുലുക്കി. 3 പേരും ഹോട്ടലിൻ്റെ റിസപ്ഷനിലെത്തി. ഗാഥ മൊബൈൽ എടുത്ത് സുരഭിയെ വിളിച്ചു. മോളെ, എവിടെയാണ് നിങ്ങൾ? സുരഭി ഉടനെ കോൾ എടുത്തു. ഞങ്ങൾ താഴേണ്ടമ്മേ, ഞങ്ങൾ മുകളിലേക്ക് വരണോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ ഫുഡ് കഴിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം. താഴത്തെ നിലയിലാണ് റെസ്റ്റോറൻറ്റ്. ശരി മോളെ, ഞങ്ങൾ വരാം, സുരഭി പറഞ്ഞു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിലുണ്ടാവും. 3 പേരും റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് ഒഴിഞ്ഞ മേശയുടെ അടുത്തിരുന്നു. ബുഫേ ഡിന്നർ ആയിരുന്നു. അന്തേവാസികൾ വന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ടൂറിസ്റ്റുകൾ. അല്പനേരം കഴിഞ്ഞപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ വാതിൽ തുറന്ന് സേതുമാധവനും സുരഭിയും അകത്തേക്ക് വന്നു. അവരെ കണ്ട് ഗാഥയും ധന്യയും രോഷ്ണിയും എഴുന്നേറ്റ് ചെന്നു. 2 പേരുടെയും മുഖത്തെ പ്രകാശം കൂട്ടുകാരികൾ കാണാതിരുന്നില്ല. ഷോപ്പിംഗ് ഒന്നും നടത്തിയില്ലേ? സേതുമാധവൻ തിരക്കി.
അതിനല്ലേ പോയത്. കന്യാകുമാരിയിലെ ചിപ്പികളും മുത്തുകളും ഇവള് ഹോൾസെയിൽ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. ബാഗ് അവിടെ വെച്ചിരിക്കുന്നു, ഗാഥ പറഞ്ഞു. അത് കേട്ട് സേതുമാധവനും സുരഭിയും ചിരിച്ചു. ശരി, നമുക്ക് കഴിക്കാം. പ്ലേറ്റുമായി ചെന്ന് അവരവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ വിളമ്പിയെടുത്തു. 5 പേരും ഒരു ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്ന് ചുറ്റുമിരുന്നു. കൂട്ടുകാരികൾ ഷോപ്പിംഗ് വിശേഷങ്ങൾ പറഞ്ഞു. നാളെ നമ്മൾ എപ്പോഴാണ് പോകുന്നത്? രോഷിനി ചോദിച്ചു. രാവിലെ 6 മണിക്ക് മുമ്പ് നമ്മൾ മുനമ്പിലേക്ക് പോയി സൂര്യോദയം കാണുന്നു. പിന്നെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്, 9 മടങ്ങുന്നു. ഉച്ചയോടെ തിരുവനന്തപുരം, അവിടെ ചെന്ന് ലഞ്ച് കഴിക്കുന്നു. സേതുമാധവൻ പറഞ്ഞു. 2 മണിക്കെങ്കിലും എനിക്ക് ഹരിപ്പാടിന് പോകണം, സുരഭി പറഞ്ഞു. അക്കാര്യത്തിൽ പേടിക്കണ്ട, 2 മണിയോടെ സുരഭിക്ക് പോകാം, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് വിടും. സുരഭിയും ഗാഥയും പരസ്പരം ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം വേറെ ആൾക്കും മനസ്സിലായില്ല. എൻ്റെ കാറുണ്ടല്ലോ, ഞാൻ പോയിക്കോളാം സേതു, സുരഭി പറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ട് അവർ മുകളിലേക്ക് പോയി. സേതുമാധവൻ അയാളുടെ റൂമിലേക്കും ധന്യയും റോഷ്നിയും അവരവരുടെ മുറികളിലേക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു പോയി. അമ്മയ്ക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഈ കന്യാകുമാരി യാത്ര? റൂമിൻ്റെ വാതിലടച്ച് ഗാഥ ചോദിച്ചു. നിനക്കെന്ത് തോന്നുന്നു? വരാൻ ആദ്യം അമ്മയ്ക്ക് മടിയായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വിശ്രമമില്ലാത്ത ജോലിയാ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ. അതിൽ നിന്നും 2 ദിവസം രക്ഷപ്പെടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. യാത്ര ഇത്ര വലിയ രസകരമായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോളെ. ഓഫീസിൽ നിന്നും വീട്ടിൽ നിന്നും ഒന്ന് മാറി നിൽക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഇതുപോലെ ഇടയ്ക്കൊന്ന് യാത്ര പോകുന്നത് നല്ലതാ. പക്ഷെ ആൺതുണയില്ലാതെ പോകുന്നത് ഒട്ടും സേഫ് അല്ലല്ലോ. അതുകൊണ്ടാണ് ഇതുവരെ ഞാനത് പറയാതിരുന്നത്. ഇനി നമുക്ക് സേതു അങ്കിളിനെ കൂടെ കൂട്ടണം. അതിനുള്ള അധികാരവും അവകാശവും അങ്കിളിന് കൊടുക്കുകയും വേണം. ഗാഥ പറഞ്ഞതിൻ്റെ അർത്ഥം സുരഭിക്ക് മനസ്സിലായി, പക്ഷെ മറുപടി പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ കിഴക്കേ കടലിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ അവർ പോയി. പ്രഭാത ഭക്ഷണം കഴിച്ച് അവർ കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ഉച്ചയോടെ തിരുവനന്തപുരത്തെത്തി ഹോട്ടലിൽ നിന്നും ലഞ്ച് കഴിക്കുമ്പോഴാണ് ഗാഥയുടെ മൊബൈലിൽ സൂരജിൻ്റെ വിളി വന്നത്. നിങ്ങളെവിടെയാ? അയാൾ തിരക്കി. ഞങ്ങൾ തിരിച്ചെത്തി. ഇപ്പോൾ തമ്പാനൂരുണ്ട്, ചൈത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നു. സൂരജ് എവിടെ? അമ്പലപ്പുഴയിലാണോ? അല്ല, പോകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇതുവരെ ഹോസ്പിറ്റലായിരുന്നു. ഊണ് കഴിച്ചാലുടൻ അമ്പലപ്പുഴയ്ക്ക് ബസ് കയറും, അയാൾ പറഞ്ഞു. അപ്പോഴാണ് ഗാഥയുടെ മനസ്സിൽ ഒരാശയുണ്ടായിരുന്നത്. അമ്മ ഹരിപ്പാടിന് പോകുന്നുണ്ട്. സൂരജ് അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വാ, നിങ്ങൾക്കൊന്നിച്ച് കാറിൽ പോകാമല്ലോ, അവൾ പറഞ്ഞു. ഓക്കെ ശരി, ഞാൻ വരാം. ഫ്ലാറ്റിലെത്തി കഴിഞ്ഞൊന്ന് വിളിച്ചാൽ മതി, അയാൾ പറഞ്ഞു. സൂരജ് വരുമെന്ന് അറിഞ്ഞപ്പോൾ സുരഭിക്ക് സന്തോഷമായി. ഒറ്റയ്ക്ക് പോകണ്ടല്ലോ, സൂരജ് ഹരിപ്പാട്ട് കൊണ്ടുവന്ന് വിടും. അത് നന്നായി, ഞങ്ങൾക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാം, സേതുമാധവൻ പറഞ്ഞു. അവർ ഉള്ളൂരുള്ള ഫ്ലാറ്റിൽ ചെന്ന് കഴിഞ്ഞ് സൂരജിനെ വിളിച്ചു. ഒരു ഓട്ടോയിൽ സൂരജ് വന്നു. ബൈക്ക് ഞാൻ കോട്ടേഴ്സിൽ കൊണ്ടുവന്ന് വെച്ചു, അല്ലെങ്കിൽ അതെടുക്കാൻ നാളെ ഇവിടെ വരണ്ടേ? അത് ശരിയാണ്. കന്യാകുമാരി ട്രിപ്പ് എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ? സേതുമാധവനോട് സൂരജ് ചോദിച്ചു. ഇറ്റ് വാസ് എ നൈസ് ട്രിപ്പ്. സൂരജ് കൂടി ഉണ്ടാവണമായിരുന്നു, അയാൾ പറഞ്ഞു. സാരമില്ല, അടുത്ത ട്രിപ്പ് നമ്മൾ 2 പേരും മാത്രം പോകുന്നു. ഇവരെ നമുക്കങ്ങ് കൂട്ടണ്ടെന്നേ. എൻ്റെ മോൻ ആ പൂതി മനസ്സിൽ വെച്ചേക്ക്. അങ്കിളിനെ അങ്ങനെ അങ്ങ് വിട്ടുതരത്തില്ല ഞങ്ങളെയും കൂട്ടാതെ ഒരിടത്തേക്കും വിടില്ല, ഗാഥ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു. സുരഭിയും സൂരജും എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി. സൂരജാണ് ഡ്രൈവ് ചെയ്തത്. ഹരിപ്പാട് വരെ അവർ സംസാരിച്ചിരുന്നു. 5 മണിയോടെ അവർ ടൗണിലെത്തി. ഞാൻ ഇവിടെ ഇറങ്ങാം ആൻറ്റി, എനിക്കിവിടുന്ന് ബസ് കിട്ടുമല്ലോ, സൂരജ് പറഞ്ഞു. അന്നൊരു ദിവസം സേതു കൊണ്ടുവന്ന് വിട്ടപ്പോൾ അക്കാര്യം ഉടൻ വിജയിച്ച് അറിഞ്ഞു. ഇതും അറിഞ്ഞെന്ന് വരാം. അവൾക്കിപ്പോൾ കൊച്ചു പയ്യന്മാരോടാണ് താല്പര്യം എന്ന് പറഞ്ഞുണ്ടാക്കിയെന്ന് വരാം. വീട്ടിൽ കൊണ്ടുവന്ന് വിടരുത് തന്നെ, അവിടുന്ന് കിട്ടും ഓട്ടോ ബസ് സ്റ്റാൻഡിലേക്ക്, സുരഭി പറഞ്ഞു. സന്തോഷമേ ഉള്ളൂ. സൂരജ് അവളെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കാർ വന്ന ശബ്ദം കേട്ട് വിജയലക്ഷ്മി വാതിൽ തുറന്ന് നോക്കി. സുരഭിയോടൊപ്പം സൂരജിനെ കണ്ട് അവർ പെട്ടെന്ന് പിൻവലിഞ്ഞു. ചായ ഉണ്ടാക്കി കൊടുത്തിട്ടാണ് സൂരജിനെ സുരഭി വിട്ടത്. ഫോൺ ചെയ്ത് ഓട്ടോയും വരുത്തി കൊടുത്തു. ആ ഒരാഴ്ച പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ കടന്നുപോയി. ഒരു ദിവസം സുരഭിയെ ആലപ്പുഴയിൽ നിന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിളിച്ചു. നാളെയോ മറ്റന്നാളോ ഇങ്ങോട്ടൊന്ന് വരാമോ? ഒഫീഷ്യൽ അല്ല, ഒരു പേഴ്സണൽ കാര്യം സംസാരിക്കാനാണ്. സൂപ്രണ്ടിങ് എഞ്ചിനീയറുടെ അനിയൻ ഡോക്ടർ ശരത്ചന്ദ്രന്റെ കാര്യം സംസാരിക്കാനാണോ എന്ന് അവൾക്ക് സംശയം തോന്നി. SC പറഞ്ഞ കല്യാണാലോചനയാണോ സർ? അവൾ ചോദിച്ചു. അല്ല, ഇത് വേറൊരു കാര്യമാണ്, വന്നിട്ട് പറയാം. പിറ്റേന്ന് രാവിലെ അവൾ ആലപ്പുഴയിലേക്ക് പോയി. അവൾ ഡിവിഷൻ ഓഫീസിൽ ചെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ടു. സുരഭി ഇരിക്കും, അദ്ദേഹം പറഞ്ഞു. എതിർവശത്തുള്ള കസേരയിൽ അവൾ ഇരുന്നു. സുരഭിയെക്കുറിച്ച് ഒരു പരാതി കിട്ടിയിട്ടുണ്ട്.
സദാചാര വിരുദ്ധമായ പല കാര്യങ്ങളും സുരഭി ചെയ്യുന്നുണ്ട് എന്ന്. അതിൻ്റെ വാസ്തവം അറിയാനാണ് വരാൻ പറഞ്ഞത്. അറിയാതെ അവളുടെ മുഖമൊന്ന് വിളറി. പ്രിയരെ, നമ്മുടെ ഈ കാറ്റിൽ തുറന്ന ജാലകം എന്ന നോവൽ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കണ്ടേ? അതിന് കാറ്റിൽ പരന്ന സുഗന്ധം എന്ന ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം നാളെ മുതൽ നമ്മൾ വായിച്ചു തുടങ്ങുന്നു. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഉണ്ടാവണം. ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും കൂടെ തന്നെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.